ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സാണ് കേട്ടോ. നമ്മുടെ നെക്ക് ഡിസൈൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ 5 മോഡൽ നെക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ കാണുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മുടെ തിയറി ക്ലാസ്സും ഇതിൻ്റെ കൺസെഷൻ വരുന്നതും അളവ് പ്രകാരം നമ്മുടെ ഒരു ബോഡിയിൽ നിന്ന് അളവ് കിട്ടിയ പ്രകാരം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ നെക്കിൻ്റെ വിടുത്ത് കണ്ടെത്തിയതെന്നുള്ളതും നെക്കിൻ്റെ ലെങ്ത്തും അതൊക്കെ ആ ഒരു കൺസെഷൻ ബേസിൽ നമ്മൾ എഴുതി വെച്ചതുണ്ടായിരുന്നു. അതുപ്രകാരം വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ. ഞാനിവിടെ ജസ്റ്റ് ഒരു 2 ഇഞ്ചിയുടെ നെക്കകലത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ആവാം, 2.5 ആവാം, 3 ആവാം, 3.5 ആവാം. ഓരോരുത്തർ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് നെക്കിൻ്റെ വിടുത്ത് കിട്ടുക. അതിൻ്റെ ആ ഫോർമുല ഒരു രീതി ഉണ്ടല്ലോ, എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഫോർമുല രീതി, അത് നമ്മുടെ മറ്റേ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ഫോർമുലയും നിങ്ങളുടെ അളവും വെച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്. ആ കട്ട് ചെയ്യേണ്ട രീതിയാണ് ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരുന്നത്. പ്രാക്ടിക്കലായിട്ട് മാത്രമേ ഇതിനെ കാണാവുള്ളൂ. ഓക്കെ, ഇതിൽ അളവുകളൊന്നും പകർത്തരുത്. ഇതേ നമ്മുടെ അകലവും നെക്കിൻ്റെ ഇറക്കവും തമ്മിൽ റൗണ്ട് ഷേപ്പാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ആ റൗണ്ട് ഷേപ്പ് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, തയ്യൽ തുമ്പ് എടുത്തിട്ടില്ല. കാരണം ക്ലോത്തിൻ്റെ മേൽഭാഗത്ത് തെന്നിപ്പോകുന്ന ലെവലിൽ ക്ലോത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ താഴേക്കുള്ള ലെവലും കറക്റ്റായിട്ട് വരും. ഓക്കെ, ഇനി നമുക്കിതിനെ ഈ ഒരു റൗണ്ട് നെക്ക് നമുക്ക് 3 വിധത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന രീതി കാണാം. ഇതുപോലൊരു സ്ക്വയർ പീസിൽ സ്ക്വയർ തന്നെ കാണുന്നില്ല, കുറച്ച് വീതി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ക്രോസ് ആയിട്ടാണ് ക്ലോത്ത് വേണ്ടത്. ഇതുപോലെ ക്രോസ് ആയിട്ടാണ് ക്ലോത്ത് വേണ്ടത്. ആ ക്ലോത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ച് മതിയാവും. 1.5 ഇഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് 1 ഇഞ്ച് തന്നെ ധാരാളമാണ്. ആ 1 ഇഞ്ച് അളവിൽ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മോഡൽ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ മോഡലായിട്ട് എടുക്കേണ്ടത് സ്ക്വയർ നെക്കാണ്. സ്ക്വയർ നെക്കിൽ തന്നെ ചെറിയൊരു വ്യത്യാസം, അതൊരു ഗ്ലാസ് ടൈപ്പാണ് നമ്മളിനി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെയിമായിട്ട് തന്നെയാണ് ക്ലോത്ത് മടക്കി വെക്കേണ്ടത്. പിന്നെ ഞാനിതിൻ്റെ ഷോൾഡറിൻ്റെ വിടുത്തോ ആം ഹോളിൻ്റെതോ അതേപോലെ തന്നെ ബാക്കിലെ നെക്കിൻ്റെ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് ആ ഫ്രണ്ടിലെ നെക്കിൻ്റെ മോഡലും അതിൻ്റെ അളവും മാത്രമാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ അളവിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ആദ്യത്തെ വീഡിയോയിലുണ്ട്. ഇത് ചെയ്യുന്ന രീതി മാത്രം ഇതിന്ന് നോക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2 ഇഞ്ചിലൊരു ബോക്സ് ആക്കിയിട്ട് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണണം. എല്ലാവർക്കും 1/2 ഇഞ്ച് എടുത്തിട്ട് കാര്യമില്ല, ചിലർക്ക് അതിൽ മാറ്റം ഉണ്ടാവും. ആ അളവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം. ഓക്കെ, ഇവിടെയും തയ്യൽ തുമ്പ് ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മുടെ ക്ലോത്ത് നോർമൽ ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ തെന്നിപ്പോകുന്ന ചാൻസ് ഇല്ല. ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ താഴേക്കും നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് കൊണ്ട്, ക്യാൻവാസ് വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഗ്ലാസ് ടൈപ്പ്, ഒരു ചില്ല് ഗ്ലാസിൻ്റെ ഒരു ഷേപ്പ് പോലെ കാണുന്നില്ലേ, ഇതാണൊരു മോഡല്. ഇനി നമുക്കിതിനെ ഒരു
പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്ന ലെവലാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഇതേ രീതി തന്നെ നമുക്ക് നമ്മുടെ റൗണ്ട് നെക്കിന് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നേ ഉള്ള നെക്കിൽ. ഇപ്പോൾ ഈ ചെയ്യുന്നത്, അതായത് നമ്മൾ ആ റൗണ്ട് നെക്കാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ റൗണ്ടിൽ നമുക്ക് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ഓക്കെ. പക്ഷെ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു എന്താ പറയുക സ്ക്വയർ നെക്കുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ റൗണ്ട് നെക്ക് സ്ക്വയർ പീസിൽ തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ. ഇത് മറ്റൊരു മോഡലായിട്ട് നമുക്ക് ചെയ്യാം. ഇനി മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് അതും സ്ക്വയർ നെക്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ആ ഒരു വീതി, ഇപ്പോൾ നമ്മൾ ഗ്ലാസ് നെക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ താഴെ ഭാഗത്ത് വീതി കുറവല്ല ചെയ്തത്. ഇനി അവിടെ വീതി കൂടുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം, അത് മറ്റൊന്നല്ല, നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കുക എന്നുള്ളതാണ്. അത് എത്ര ഇഞ്ചാണ് കുറക്കേണ്ടത് എന്നുള്ളത് അതൊരു കൺസെഷൻ ലെവലിൽ നമ്മളൊരു ഫോർമുല ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ ഒരു 6 ഇഞ്ച് ലെവലിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര ഇഞ്ച് കുറക്കണം എന്നുള്ള ഒരു കണക്കുണ്ട് ഈ നെക്കിന്. നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വീതി, താഴേക്കുള്ള വീതി, ആ വീതിയും എത്രയാണ് കൂട്ടേണ്ടത് അതിനും ഒരു നിശ്ചിത കണക്കുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടാനും കുറക്കാനും പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഏകദേശം 2.5 ഇഞ്ച് താഴേക്കും 2 ഇഞ്ച് നെക്കിൻ്റെ വിടുത്തുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ലെവലിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഒരാളുടെ അളവല്ല, ജസ്റ്റ് അതിൻ്റെ രീതി ഇങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അളവ് പ്രകാരം കട്ട് ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അളവ് പ്രകാരം ആ ഫോർമുലയും കൂടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന അളവ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ. ഈ ഒരു നെക്കിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ക്രോസ് പീസ് അല്ലാതെ, ക്രോസ് പീസും അല്ലാതെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആ ഒരു നെക്കിൻ്റെ പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കുന്ന ഒരു ലെവലുണ്ടല്ലോ, അത് രണ്ടും അല്ലാത്ത ലെവലിൽ നോർമലായിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ സ്ക്വയർ നെക്കുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാനാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നോർമൽ ഗ്ലാസ് നെക്ക് കട്ട് ചെയ്തല്ലോ, അതിനും ഈ ഒരു രീതി ഉപയോഗിക്കാം. ഓക്കെ. നോർമലായിട്ട് 1 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് എടുക്കേണ്ടത്. ഒരു പീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പീസുകൾ എടുക്കാം. ഇതോടെ 3 എണ്ണം കഴിഞ്ഞു. ഇനി 4-മത്തേത്. നോർമൽ വി നെക്കാണ്. സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലോത്ത് മടക്കി വെക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ നെക്കുകൾക്കും ഇതേ ഒരു മെത്തേഡ് എടുത്തുകൂടാ. നെക്കിൻ്റെ അകലത്തിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസങ്ങൾ ഒരുപാട് വരും, മോഡലിനനുസരിച്ചിട്ടും വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ഫ്രണ്ടിലെ നെക്കിനും ബാക്കിലെ നെക്കിൻ്റെയും അകലങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടുന്ന ഡ്രസ്സുകളുണ്ട്. അങ്ങനെ വ്യത്യാസപ്പെടുമ്പോൾ ജോയിൻറ്റ് ഷോൾഡറിൽ അത് കാണില്ലേ എന്നൊരു ഡൗട്ട് അടിക്കുന്നവരുണ്ടാവും. ഇല്ല, അങ്ങനെ കാണില്ല. അങ്ങനെ കാണുന്നതിനാണ് നമ്മൾ രണ്ടാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ്, അതായത് നമ്മുടെ ഈ നെക്കിൻ്റെ അകലം കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ആഴത്തിലിറങ്ങി പഠിക്കുമ്പോഴാണ് ആ ലെവലിലൊക്കെ നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റും. ഇത് ബേസിക്കായിട്ട് കിട്ടുന്നൊരു 10 മോഡലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു വീനെക്കിൽ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തിന് പകരം വിടുത്ത് ഇച്ചിരി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കൂടുതൽ എടുക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എത്ര എടുക്കണം, എന്തിനാണെന്നല്ല, എത്ര കൂട്ടിയെടുക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ.
ഇത്രയും സ്റ്റിച്ച് ഇത്രയും കട്ടിങ് നമ്മൾ ചെയ്തത് മൊത്തം ക്ലോത്തിൽ ഡയറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എന്നുള്ളതാണ്. നമ്മുടെ ക്യാൻവാസിലൊക്കെ കട്ട് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങളും വരാനുണ്ട്. അതൊന്നൊന്നായിട്ട് എടുത്ത് പറയാം. ഈ ഒരു വീനക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് പീസോ കാര്യങ്ങളോ എടുക്കാതെ ലൈനിങ് വെച്ചുകൊണ്ട്, ഇപ്പോൾ ലൈനിങ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ ലൈനിങ് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സെയിം കളറാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറൊരു കളറാണ് ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേറൊരു കളറാണ് ലൈനിങ് എന്ന് കരുതാം. ഓക്കെ, ഗ്രീൻ കളറ് നമ്മുടെ നോർമൽ ക്ലോത്തും ആ ഒരു സ്കൈ ബ്ലൂ കളറ് ഇതിൻ്റെ ലൈനിങ് ആണെന്ന് കരുതാം. അത് രണ്ടും ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് ബാക്കി കാര്യങ്ങൾ കാണാം. ഞാനിതിൽ നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പോ ആം ഹോളിൻ്റെ അളവോ ഒന്നും പറയുന്നില്ല കേട്ടോ. നമുക്ക് ആ സ്റ്റിച്ചിങ് എങ്ങനെയാണ്, അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ ഇതിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി വരുന്നത് നമ്മുടെ നൈറ്റിക്കൊക്കെ വരുമല്ലോ. നൈറ്റിക്കൊക്കെ പുറത്തേക്ക് സ്റ്റിച്ച് വരുന്ന ഒരു കട്ടിങ് ഉണ്ടല്ലോ, നോർമൽ ഡയമണ്ട് ഷേപ്പിലായിട്ട് പുറത്തേക്ക് സ്റ്റിച്ച് വരുന്നത്, സിബ് ഇല്ലാതെ കേട്ടോ. ബേസിക്കായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ സിബ് വെക്കുന്നതും മറ്റുള്ളതൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ പഠിച്ചെടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് രണ്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നെക്കിൻ്റെ ഇറക്കവും വിടുത്തും മാർക്ക് ചെയ്യുന്നില്ല. ഡയറക്റ്റ് നേരെ പോയി ഷോൾഡർ മാർക്ക് ചെയ്തു, അതേപോലെ തന്നെ ആം ഹോളും കട്ട് ചെയ്തു, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്യുന്നേ ഇല്ല, അതങ്ങനെ വിട്ടുകൊടുത്തു എന്ന് കരുതി നമ്മളിതിൽ എന്ത് ചെയ്യുന്നില്ല, ക്യാൻവാസും വെക്കുന്നില്ല. ഓക്കെ, ക്യാൻവാസ് വെച്ചിട്ടും തയ്ക്കാം, പക്ഷെ ക്യാൻവാസ് വെക്കാണ്ട് നോർമലായിട്ട് എല്ലാ നൈറ്റിക്കും വരുന്ന ക്യാൻവാസ് വെക്കാണ്ടുള്ള സ്റ്റിച്ചിങ് ആണല്ലോ. അപ്പോൾ ക്യാൻവാസ് വെക്കാണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പച്ച കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ അതിൽ ഇറക്കം പോരാ, തീരെ അതിന് ഇറക്കമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളറൊന്ന് മാറ്റുന്നുണ്ട്, കളറല്ല ആ ക്ലോത്ത് തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. മറ്റൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ രണ്ടാക്കി മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നൈറ്റിയുടെ പീസിൽ നിന്ന് തന്നെ, സൈഡിലുള്ള പീസിൽ നിന്ന് തന്നെ നെക്കിന് ഉള്ള പീസ് നമുക്ക് കിട്ടും, നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് നമുക്ക് കിട്ടും. പിന്നെ ഹാഫ് സ്ലീവ് എടുക്കുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ മോഡലുകൾ ചെയ്യാനുള്ള നൈറ്റിയുടെ നെക്കിൻ്റെ പീസുകളും നമുക്ക് കിട്ടും. 3/4 സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള നോർമൽ നെക്കുകൾക്കുള്ളതും പീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നോർമലായിട്ട് എത്രയാണോ നമുക്ക് നെക്കിൻ്റെ അകലം വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്യാം, നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു 1/2 ഇഞ്ച് ഞാനെടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ചല്ല എടുക്കേണ്ടത്, അത് എത്ര ഇഞ്ചാണെന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ് അല്ലാതെ തിയറിയുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. താഴത്തേക്കുള്ള ഇറക്കം നമുക്ക് ഈ പറഞ്ഞതുപോലെ 1.5 ഇഞ്ച് എടുക്കണമെങ്കിൽ 1.5 ഇഞ്ച് തന്നെ എടുക്കാം, 2.5 ഇഞ്ച് എടുക്കണമെങ്കിൽ എടുക്കാം, ഇഷ്ടാനുസരണം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട്. നമ്മുടെ ക്ലോത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ എടുക്കുകയോ കുറച്ചെടുക്കുകയോ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഓക്കെ, പക്ഷെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണോ ആ ഒരു ഇപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് മേലെ ഇട്ടു, നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് 1/2 ഇഞ്ച് മേലേക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ഭാഗം എവിടെയാണോ അവിടുന്ന് താഴേക്ക് എടുക്കേണ്ട മാർക്കാണ് ശ്രദ്ധിക്കേണ്ടത്. 2.5, അതായത് നെക്ക് കഴിഞ്ഞിട്ട് താഴേക്ക് ഞാൻ 2.5 ഇഞ്ചാണ് എടുത്തത്, അതേ 2.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ സൈഡിലേക്ക് കൊടുക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ സ്ലോപ്പാക്കിയിട്ട് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇത് രണ്ട് സൈഡും എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ 2.5 ഇഞ്ച് എന്നുള്ള രീതിയിൽ, 2.5 3.5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം, പക്ഷേ ആ സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരാനത്. ഓക്കെ, ഇനി നമുക്കത് കട്ട് ചെയ്യാം. സൈഡിലേക്ക് 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്, നമുക്ക് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ 1 ഇഞ്ചോ അതൊക്കെ നമ്മുടെ
ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിലാണ് സിബ് വരുന്നത്. നമ്മളിപ്പോൾ സിബ് വെക്കുന്നില്ല, നോർമലായിട്ടുള്ളത് ആദ്യം നമ്മൾ പഠിക്കണമല്ലോ, അതിന് ശേഷമല്ലേ ഹെവി ആയിട്ടുള്ളതൊക്കെ നമ്മൾ നോക്കണ്ടുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഒരു 5 എണ്ണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം.